എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 4-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ കെട്ടിടങ്ങൾക്കെല്ലാം പുതിയ നമ്പർ വരികയാണ്. ഇതിൻ്റെ നടപടികൾ സംസ്ഥാനത്ത് ആരംഭിച്ചു. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 2025 തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകൾ പുനഃക്രമീകരിച്ചതിന് തയ്യാറാക്കിയ ഡിലിമിറ്റേഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ള അതിർത്തികളും കെട്ടിടങ്ങളുടെ എണ്ണവും അനുസരിച്ചായിരിക്കും പുതിയ നമ്പർ. 2010 തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് ശേഷം 2013 നിശ്ചയിച്ചു നൽകിയിട്ടുള്ള വീട്ടു നമ്പറാണ് നിലവിലുള്ളത്. അടുത്ത സാമ്പത്തിക വർഷം, അതായത് ഏപ്രിൽ മാസം മുതൽ പുതിയ നമ്പറുകൾ അനുസരിച്ചായിരിക്കും വീടുകളും കെട്ടിടങ്ങളും അറിയപ്പെടുന്നതും നികുതികൾ സ്വീകരിക്കുന്നതും. കെട്ടിടങ്ങളെ പുതിയ വാർഡുകൾ അനുസരിച്ച് പുനഃക്രമീകരിച്ച് ഡോർ നമ്പർ നൽകുന്നതിനുള്ള സൗകര്യം കെ സ്മാർട്ട് സോഫ്റ്റ്വെയറിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കെട്ടിട നമ്പർ പുനഃക്രമീകരണം പൂർത്തിയാകുന്നതുവരെ നിലവിലുള്ള നമ്പർ പ്രകാരം നികുതി അടക്കാനാകും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലായിരിക്കുകയാണ്. ഇത് ലളിതമായി പറയുകയാണ് എങ്കിൽ ഇത് എങ്ങനെയാണ് നടപ്പിലാകുന്നത് എന്ന് പല ആളുകൾക്കും അറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ബില്ല് വരുന്ന രീതി മാറുകയാണ്. നമ്മൾ മൊബൈലിൽ പൈസ റീചാർജ് ചെയ്യുന്നത് പോലെ കറണ്ടിന് ആവശ്യമായിട്ടുള്ള പണം റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയാണ് വരുന്നത്. അറിയിപ്പ് ഇങ്ങനെയാണ്: കേരളത്തിലെ വൈദ്യുതി വിതരണം ഡിജിറ്റൽ യുഗത്തിലേക്ക് ചുവടുവെക്കുന്നു. സ്മാർട്ട് മീറ്റർ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ 130,197 സർക്കാർ ഉപഭോക്താക്കൾ തിങ്കളാഴ്ച മുതൽ തന്നെ പ്രീപെയ്ഡ് ബില്ലിംഗ് സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഞായറാഴ്ച രാവിലെ 10 തുടങ്ങിയ നടപടി രാത്രിയോടെയാണ് പൂർത്തിയാക്കിയത്. സംസ്ഥാന സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉൾപ്പെടെയുള്ളവരാണ് ആദ്യഘട്ടത്തിൽ ഈ അത്യാധുനിക സേവനത്തിലേക്ക് മാറുന്നത്. മൊബൈൽ ഫോൺ റീചാർജ് ചെയ്യുന്നത് പോലെ ആവശ്യമായ തുകക്ക് മാത്രം വൈദ്യുതി മുൻകൂട്ടി വാങ്ങാം. അനാവശ്യമായിട്ടുള്ള വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കും. മീറ്റർ റീഡിങ്ങിലെ പിശകുകളോ ഇനിയുള്ള ബില്ലുകളോ പ്രശ്നമാകില്ല. കൃത്യമായ കണക്കുകൾ ഉപഭോക്താവിന് നേരിട്ട് അറിയാനാകും. ബാലൻസ് പരിശോധിക്കാനും റീചാർജ് ചെയ്യാനുമുള്ള പോർട്ടൽ സജ്ജമായിട്ടുണ്ട്. KSEB സ്മാർട്ട് പ്ലസ് മൊബൈൽ ആപ്പ് ഉടൻ പുറത്തിറക്കുമെന്നും KSEB അറിയിച്ചു. ഡ്യൂട്ടി ഇനത്തിൽ KSEB നൽകേണ്ട തുക ആദ്യഘട്ടത്തിലെ റീചാർജിങ്ങിന് ഉപയോഗിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് സ്മാർട്ട് മീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിലും നിലവിലെ പോസ്റ്റ് പെയ്ഡ് ബില്ലിംഗ് രീതി തുടരും എന്നും അറിയിക്കുന്നു. സ്മാർട്ട് മീറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന മീറ്റർ റീഡിംഗ് ബില്ലിങ്ങിനായി ഉപയോഗിക്കാം എന്നും ഇതിൽ പറയുന്നു. ആദ്യഘട്ടത്തിൽ 3 ലക്ഷം സ്മാർട്ട് മീറ്ററുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 1,72,697 കണക്ഷനുകളിൽ സ്മാർട്ട് മീറ്ററുകളിലേക്ക് മാറിക്കഴിഞ്ഞു. ആഗസ്റ്റോടെ ആദ്യഘട്ടം പൂർത്തിയാകും. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 15% കേന്ദ്ര ഗ്രാന്റ് ലഭിക്കേണ്ട ടോട്ടസ് മാതൃകയേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. കുറഞ്ഞ നിരക്കിൽ പദ്ധതി നടപ്പിലാക്കാൻ ഈ ബദൽ രീതിയിലൂടെ കേരളത്തിന് സാധിച്ചു. www.cportal.kcb.in എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഇത് നടപ്പിലാക്കുന്നതോടുകൂടി നമ്മുടെ വൈദ്യുതി മീറ്റർ വാടക വർദ്ധിക്കുകയാണ്. നിലവിൽ വൈദ്യുതി മീറ്ററിന് നൽകേണ്ട വാടക 6 രൂപയാണ്. 2 മാസത്തെ ബില്ലിൽ 16 രൂപയാണ് വരുന്നത്. വൈദ്യുതി വാടക 5 ഇരട്ടിയായിട്ടാണ് വർദ്ധിക്കുന്നത്. പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്ററിലേക്ക് കേരളം മാറുമ്പോൾ സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾക്ക് പ്രതിമാസം 6 രൂപയുണ്ടായിരുന്ന മീറ്റർ വാടക 31 രൂപയായിട്ട് കൂടും. ഫേസ് ഗുണഭോക്താക്കൾക്ക് അത് 36 രൂപയായിട്ടാണ് വർദ്ധിക്കുന്നത്. 2 മാസം ആകുമ്പോൾ വൈദ്യുതി ബിൽ മീറ്റർ വാടക 12 രൂപയുണ്ടായിരുന്നത് 62 രൂപയായി മാറി. അതായത് നിലവിൽ 2 മാസത്തിനായിരുന്നു ബില്ല് വന്നിരുന്നത്, മീറ്റർ വാടകയും അങ്ങനെയായിരുന്നു വന്നിരുന്നത്. 2 മാസത്തെ 12 രൂപ ആണ് ഇപ്പോൾ 62 രൂപയും 72 രൂപയായിട്ടും വർദ്ധിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം ഈ ഒരു മീറ്റർ വാടക കൂടി ഇത്രയും തുകയായിട്ട് വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വൈദ്യുതി ബില്ലിൽ വരുന്ന ഏറ്റവും വലിയ മാറ്റം. 5-6 വർഷമായിട്ട് ഇതിൻ്റെ നടപടികൾ ആരംഭിച്ച് ഇപ്പോഴാണ് സംസ്ഥാനത്ത്, അതായത് മാർച്ച് 2-ാം തീയതി തിങ്കളാഴ്ച മുതലാണ് ഇത് ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. താമസിക്കാതെ ഇപ്പോൾ സർക്കാർ ഓഫീസുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും അതുപോലെ തന്നെ 3 ഫേസ് ഗുണഭോക്താക്കൾ
പെൻഷൻ ഗാർഹിക ഗുണഭോക്താക്കൾക്കുമാണ്. കൂടുതൽ ബില്ല് വരുന്ന ആളുകൾക്കൊക്കെയാണ് ഇപ്പോൾ ഇത് നടപ്പിലാക്കിയിട്ടുള്ളത്. താമസിയാതെ എല്ലാവർക്കും ഈ സ്മാർട്ട് മീറ്റർ വരികയാണ്. ഇത് വന്നാൽ പിന്നെ നമ്മൾ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെ മുൻകൂറായിട്ട് പണം അടച്ചുകൊണ്ടാണ് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുക. അപ്പോൾ വൈദ്യുതി നമുക്ക് എത്ര നമ്മൾ ഉപയോഗിച്ചു, ഇനി എത്ര പൈസ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ട്, എത്ര പൈസക്ക് വൈദ്യുതി ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ നമുക്ക് മൊബൈൽ ആപ്പ് നോക്കിയാൽ മനസ്സിലാകും. അത് പ്രകാരം നമുക്ക് ക്രമീകരിക്കാം എന്നാണ് ഇതുകൊണ്ടുള്ള മെച്ചം എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മലയാളം വിഷയത്തിൽ ഉന്നത വിജയം നേടുന്നവർക്ക് സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ച് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ്. മാതൃഭാഷയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം രൂക്ഷമായതോടുകൂടി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് കേന്ദ്രമായിട്ടുള്ള ഹോർമസ് കടലിടുക്ക് ഇറാൻ അടച്ചിരുന്നു. ഇതോടെ ഇന്ത്യയിലെ ഊർജ്ജ മേഖല വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇന്ത്യയുടെ ആകെ എണ്ണയുടെ ഇറക്കുമതി പകുതിയോളം, ഏകദേശം ദിനം 25 മുതൽ 27 ലക്ഷം ബാരൽ എണ്ണ ഈ വഴിയിലൂടെയാണ് കൊണ്ടുവരുന്നത്. ഇറാഖ്, സൗദി അറേബ്യ, കുവൈത്ത്, UAE എന്നിവിടങ്ങളിൽ നിന്നാണ് ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. ഇത് തടസ്സപ്പെട്ടതോടുകൂടി ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതിക്ക് ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നേരത്തെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയിരുന്നു എങ്കിലും അമേരിക്കയുമായുള്ള വ്യാപാര കരാറിന്റെ ചർച്ചയിലൂടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ രാജ്യം കുറച്ചിരുന്നു. എന്നാൽ നിലവിലെ അടിയന്തര സാഹചര്യത്തിൽ റഷ്യയിൽ നിന്ന് തന്നെ എണ്ണ കൊണ്ടുവരാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. എണ്ണയേക്കാൾ പ്രതിസന്ധിയായിട്ടുള്ളത് LPG വിതരണത്തിലാണ്. രാജ്യത്തെ LPG വിതരണത്തിൽ വലിയ ക്ഷാമം നേരിടും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യ ഉപയോഗിക്കുന്ന 80 മുതൽ 85% പാചകവാതകവും വരുന്നത് ഈ ഹോർമോസ് കടലിടുക്കിലൂടെയാണ്. ക്രൂഡ് ഓയിൽ കുറച്ചൊക്കെ ശേഖരം ഇന്ത്യക്കുണ്ട് എങ്കിലും LPGക്ക് അത്തരമൊരു ശേഖരം രാജ്യത്തില്ല. ഇത് പ്രതിസന്ധിയുടെ ആയം കൂട്ടും. ഒരു മാസത്തിലധികം യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ യുദ്ധം നീണ്ടു നിൽക്കുകയാണ് എങ്കിൽ, അതായത് ഈ ഹോർമോസ് കടലിടുക്ക് ദീർഘകാലത്തേക്ക് അടക്കുകയാണ് എങ്കിൽ പാചകവാതകം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഓരോ വീട്ടിലും ഇപ്പോൾ ലഭിക്കുന്ന 12 സിലിണ്ടർ എന്നുള്ളത് ഗണ്യമായിട്ട് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. ഓരോരുത്തർക്കും നിയന്ത്രണത്തിലൂടെ, ഓരോ ഗുണഭോക്താവിനും നിയന്ത്രണത്തിലൂടെ മാത്രമേ സിലിണ്ടറുകൾ നൽകുകയുള്ളൂ. സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോഴും തുടരുകയാണ്. കയ്യിൽ വിതരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിച്ചിട്ടില്ല എന്ന കമൻറ്റ് കണ്ടു. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും ഇപ്പോൾ ഈ ഒരു വീഡിയോ. അപ്പോൾ അതിന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ തന്നെ പെൻഷൻ ഏപ്രിൽ മാസം മുതൽ പല ആളുകൾക്കും മുടങ്ങും. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ തുടരുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനിയും പെൻഷൻ എത്താത്ത ആളുകൾ സേവന വെബ്സൈറ്റ് പരിശോധിക്കണം. മുകളിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സേവന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ആധാർ നമ്പറോ പെൻഷൻ ID നമ്പറോ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ പ്രവേശിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനാകും. സ്വന്തം കഴിഞ്ഞിട്ടില്ല എങ്കിൽ വീട്ടിലുള്ള മറ്റൊരാളുടെ സഹായത്തോടു കൂടി ഇത് പരിശോധിക്കുക. പ്രശ്നമൊന്നും ഇല്ല എങ്കിൽ ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന്, പെൻഷൻ മുടങ്ങുന്ന കാര്യമാണ്. മാർച്ച് 31 വരെയാണ് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്കും വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ അത് നൽകാത്തവർ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. സേവന പോർട്ടൽ മുഖേന ഓൺലൈനായിട്ട് തന്നെ ഇത് സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. വില്ലേജ് ഓഫീസറിൽ നിന്നാണ് നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് ലഭ്യമാവേണ്ടത്. അതിനും ഓൺലൈനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. അത് ഉടനെ നൽകുക. ഇല്ലാത്ത ആളുകൾക്ക് ഏപ്രിൽ മാസം മുതൽ പെൻഷൻ മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് മൂലം ഇപ്പോൾ ദീർഘനാളായിട്ട് പെൻഷൻ മുടങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഈ മാസം മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയാണ് എങ്കിൽ ഈ മാസം 20-ന് മുമ്പ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കുകയാണ് എങ്കിൽ അടുത്ത മാസം പെൻഷൻ വീണ്ടും പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത മാസം ഇല്ലെങ്കിൽ തൊട്ടടുത്ത മാസം എന്തായാലും പിന്നീട് പെൻഷൻ ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്.
പിന്നെ മാർച്ച് മാസത്തെ പെൻഷൻ എന്നുണ്ടാകും എന്നുള്ളതാണ്. മാർച്ച് 12 മുതൽ 15 നിയമസഭാ ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ പെൻഷൻ ഇനി മുടങ്ങില്ല. നിയമസഭാ ഇലക്ഷനാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഏപ്രിൽ മാസത്തിലായിരിക്കും പെൻഷൻ ഇലക്ഷൻ നടക്കുക. അപ്പോൾ മാർച്ച് മാസത്തെ പെൻഷൻ സാധാരണ രീതിയിൽ തന്നെ 1 മാസത്തേത് ലഭിക്കുമ്പോൾ ഏപ്രിൽ മാസത്തേത് 2 മാസത്തെ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് 1 മാസത്തെ, അതായത് മെയ് മാസത്തെ പെൻഷൻ ഏപ്രിലേക്ക് ആക്കിക്കൊണ്ട് 2 മാസത്തെ 4000 വിതരണം ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട്. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് 4000 രൂപ എത്തിക്കാൻ സർക്കാർ ശ്രമിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കൃത്യമായിട്ട് അറിയില്ല. ഈ മാസത്തെ പെൻഷൻ കൃത്യമായിട്ട് 2000 രൂപ തന്നെയേ ഉള്ളൂ ലഭിക്കുക എന്നുള്ളതാണ് വിവരം. കാരണം ഈ മാർച്ച് മാസം ക്ലോസ് ചെയ്യേണ്ട മാസമാണ്, സാമ്പത്തിക വർഷ അവസാനമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന് വലിയ ഫണ്ട് വേണം. അതുകൊണ്ട് പെൻഷൻ 1 മാസത്തേത് മാത്രമാണ് വിതരണം ചെയ്യുക. അടുത്ത ഏപ്രിൽ മാസത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ കടമെടുപ്പും പുതിയ സാമ്പത്തിക വർഷമൊക്കെയാണ് വരുന്നത്. അപ്പോൾ സർക്കാരിന് കടമെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ 2 മാസത്തേത് വിതരണം ചെയ്യാൻ, ഏപ്രിൽ മാസത്തിൽ 2 മാസത്തേത് വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പെൻഷൻ മുടങ്ങാതിരിക്കാൻ നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട കാര്യം വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും മറക്കേണ്ട. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം ജൂൺ 30 വരെയുണ്ട്. അതിനു മുമ്പ് ചെയ്താൽ മതി. പിന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ 2ാം ഘട്ടം വിതരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. കൂടുതൽ ആളുകൾക്ക് ഈ മാസം ലഭിക്കും. 15 ലക്ഷത്തോളം ആളുകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇപ്രാവശ്യം ലഭിക്കും എന്നുള്ളതാണ് വിവരം. നേരത്തെ അപേക്ഷിച്ചിട്ടും ലഭിക്കാത്ത ആളുകൾക്ക് 2ാം ഘട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2ാം ഘട്ടത്തെ 1000 രൂപ വിതരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റിൽ നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും ബൈ.